കേരളത്തിലെ ഇടതു സർക്കാരിനെയും മോദിയെയും പ്രകീർത്തിച്ച ശശി തരൂരിനെ അതിരൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരിയിട്ട് സന്ധ്യയ്ക്ക് കുടം ഉടയ്ക്കുന്നത് പരിഹാസ്യമാണ്. സർക്കാർ വിരുദ്ധ വികാരം ആളിപ്പടരുമ്പോൾ അതിന് ഊർജം പകരേണ്ടവർ തന്നെ അത് അണയ്ക്കാൻ വെള്ളം ഒഴിക്കരുതെന്നും വീക്ഷണം വിമർശിക്കുന്നു. LDF സർക്കാരിനെതിരെ പൊരുതുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന രീതി ആത്മഹത്യാപരമാണെന്നും വീക്ഷണം തരൂരിനെ ഓർമ്മിപ്പിക്കുന്നു. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയെ പ്രശംസിച്ചതിനെയും വീക്ഷണം നിശിതമായി വിമർശിക്കുന്നുണ്ട്. കേരളം വികസന സൗഹൃദ സംസ്ഥാനമെന്ന ലേഖനത്തിലും മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിലെ പ്രതികരണത്തിലുമാണ് വിമർശനം. ആരാച്ചാർക്ക് അഹിംസ അവാർഡ് എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം. ശശി തരൂരിന്റെ നിലപാട് വികലമായ രാഷ്ട്രീയ രീതിയാണ്. രാവിലെ മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്ന രീതി പരിഹാസ്യമാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. അനാവശ്യ വിവാദം സൃഷ്ടിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാഹചര്യങ്ങളും LDFന് എതിരായിരിക്കെ UDF പരാജയപ്പെട്ടാൽ വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക. സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തുമ്പോൾ അതിന് ഊർജം പകരേണ്ടവർ അത് അണയ്ക്കാൻ വെള്ളം ഒഴിക്കുന്നത് വികലമായ രാഷ്ട്രീയ രീതിയാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. LDFന്റെ ഭരണക്കെടുതികൾക്കെതിരെ പോരാടുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. മോദിയുടെ അമേരിക്കൻ സന്ദർശനവും ഇതിന്റെ വിവിധ കരാറുകളിൽ ഉറപ്പു നേടിയതും മഹത്തായ കാര്യമല്ല. കർക്കിടക സന്ധ്യയ്ക്ക് രാമസ്തുതി ചൊല്ലേണ്ടിടത്ത് രാവണസ്തുതികൾ ഉരുവിടുന്നത് വിശ്വാസഭ്രംശവും ആചാരവിരുദ്ധവുമാണെന്നും വീക്ഷണം കുറ്റപ്പെടുത്തി. ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ശശി തരൂരിന്റെ ലേഖനമാണ് ഇരുമുന്നണികൾക്കും ഇടയിൽ തർക്കങ്ങൾക്ക് കാരണമായത്. സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം നേടിയ കുതിച്ചുചാട്ടം, നൂലാമാലകളിൽ കുരുങ്ങിക്കിടക്കാത്ത നിക്ഷേപ സൗഹൃദ സാഹചര്യം എന്നിവയെല്ലാമാണ് തരൂർ ലേഖനത്തിൽ എടുത്തു പറഞ്ഞത്. ലേഖനം വന്നതിന് പിന്നാലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ലേഖകനായ കോൺഗ്രസ് MP അവഗണിച്ചുവെന്ന തരത്തിൽ വിമർശനങ്ങൾ വന്നിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലെന്നും ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം വ്യവസായ രംഗത്തെ CPMന്റെ നയമാറ്റവും അത് കേരളത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നതെങ്ങനെ എന്നാണ് തരൂരിന്റെ വിശദീകരണം. അതേസമയം പിണറായി സർക്കാരിനെ പുകഴ്ത്തി ലേഖനമെഴുതിയ തിരുവനന്തപുരം MP ശശി തരൂരിനെതിരെ UDF യോഗത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഘടകകക്ഷികളും ഒരുങ്ങുകയാണ്. ഇത്തരം സമീപനങ്ങൾ UDFന്റെ സാധ്യതകൾ തടയുമെന്നാണ് ഘടകകക്ഷികളുടെ നിലപാട്. മുസ്ലിം ലീഗ് അടക്കം തരൂരിന്റെ നിലപാടിൽ അതൃപ്തരാണുള്ളത്. ഒരിക്കലും പാടില്ലാത്തതാണ് ഇഘട്ടത്തിൽ തരൂർ ചെയ്തതെന്ന നിലപാടിലാണ് ലീഗ്. UDF യോഗത്തിൽ അതിരൂക്ഷ വിമർശനം ലീഗ് ഉയർത്തും. തരൂർ എന്ന വ്യക്തിക്കപ്പുറം കോൺഗ്രസിനെയാകും അതൃപ്തി അറിയിക്കുക. അതിനിടെ UDF ഘടകകക്ഷികളുടെ വികാരം ഹൈക്കമാൻഡിനെ അറിയിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നീക്കം. പല ഘട്ടത്തിലും തരൂരിന് കോൺഗ്രസ് താക്കീതുകൾ നൽകി. അതിനുശേഷവും പാർട്ടിയെ വെട്ടിലാക്കുന്ന സമീപനം തുടരുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രസ്താവനയെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. തൽക്കാലം തരൂരിനെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുക്കില്ല. BJPക്ക് അത് നേട്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തലാണിത്.